നമസ്കാരം മക്കളെ. നമ്മളെ ഈ റീമാൻ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഞാൻ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ്? യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ജനറൽ ഇൻ്റഗ്രേഷൻ. Sometimes we considered in your plus 2 class the general integration as the reverse process or anti-derivative process. അതാണ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിരിക്കുന്നത്, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന കൺസെപ്റ്റ്. പക്ഷേ റീമാൻ ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ ശരിക്കും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. റീമാൻ ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡും ബൗണ്ടഡും ആയിട്ടുള്ള ഇൻ്റർവെൽ ഡൊമെയിൻ ആവുന്ന, അത് എഫ് ഫ്രം ക്ലോസ് ടു എ ബി ഇൻറ്റു ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ബൗണ്ടഡ് ആയിരിക്കണം. ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് റീമാൻ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഫംഗ്ഷനും റീമാൻ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓർക്കുക. ആദ്യം ഫംഗ്ഷൻ ക്ലോസ് ടു എ ബിയിൽ നിന്ന് ആറിലേക്കായിരിക്കണം, രണ്ടാമത് ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് റീമാൻ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഓർക്കുക, ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആയതുകൊണ്ട് മാത്രം എന്താവണമെന്ന് നിർബന്ധമില്ല, റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ദാറ്റ് മീൻസ് ടു ഡിഫൈൻ ദി റീമാൻ ഇൻ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ we need a function defined on closed interval a b into r, and also it should be bounded. That is only the necessary condition, but it is not the sufficient condition. So sufficient condition we will say later, and now turn into the basic ideas for defining a Riemann integral of a function. Okay, look at closed interval a b. Closed interval a b, either closed interval 0 1, that is an example. So what is the meaning of a partition of this closed interval a b? A partition of closed interval a b means it can be considered as a finite set of points in closed interval a b. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എ ആയിരിക്കണം, ലാസ്റ്റ് പോയിൻ്റ് ബി ആയിരിക്കണം, പിന്നെ അതിന് ഇടയിലുള്ള പോയിൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യരുത്. അതായത് ലെസ് ദാൻ്റെ കൺസെപ്റ്റ് വേണം. സോ ദാറ്റ് ഫൈനൈറ്റ് സെറ്റ് ഈസ് കോൾഡ് ദ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ദാറ്റ് മീൻസ് if you are given a closed interval a b and let p equal to set of all x0, x1, etc. xn, with the condition that x0 equal to a and xn equal to b, and x0 less than x1 less than etc. xn minus 1 less than xn, then this is a partition of closed interval a b consists of n plus 1 points. കാരണം x0 കൂടി ഉള്ളതുകൊണ്ട് n plus 1 points ഉണ്ടാവും. ഇനി പാർട്ടീഷൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. എ പാർട്ടീഷൻ of closed interval a b is a finite set, we already said that, and that partition subdivide closed interval a b into non-overlapping intervals. എന്താ നോൺ ഓവർലാപ്പിംഗ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് നമ്മൾ വ്യത്യാസം, ബോർഡർ സെയിം ആവാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ p ഈക്വൽ ടു x0, x1, etc. xn is a partition of closed interval a b ആണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന ഇതിൻ്റെ സബ് ഇൻ്റർവൽസ് ആണ്. ഒന്നാമത്തെ സബ് ഇൻ്റർവൽ i1 ഈക്വൽ ടു x0 മുതൽ x1 വരെയുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ, i2 എന്ന് പറയുന്നത് x1 മുതൽ x2 വരെ. അപ്പോൾ ജനറലി in എന്ന് പറയുന്നത് xn മൈനസ് 1 മുതൽ xn വരെയുള്ള ആ ക്ലോസ് ഇൻ്റർവൽ. ഓക്കെ, ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരു പാർട്ടീഷൻ എന്താ ചെയ്യുന്നത്? എ പാർട്ടീഷൻ സബ്ഡിവൈഡ് ക്ലോസ് ഇൻ്റർവൽ എ ബി ഇൻറ്റു നോൺ ഓവർലാപ്പിംഗ് ഇൻ്റർവൽസ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ ഓവർലാപ്പിംഗ് ഇൻ്റർവൽസ്. ഇഫ് ദ പാർട്ടീഷൻ കൺസിസ്റ്റ് ഓഫ് 10 points, then number of intervals should be എത്രയായിരിക്കും? 10 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കുറയും അല്ലേ, ഒരെണ്ണം കുറയും. ഇപ്പോൾ n+1 പോയിൻറ്റ്സ് ഉണ്ട്, അപ്പോൾ n ഇൻ്റർവൽസാണ് കിട്ടിയത്. അപ്പോൾ 10 പോയിൻ്റ് ഉണ്ടെങ്കിൽ 9 ഇൻ്റർവലുകളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ടീഷനെ തന്നെ ഇപ്പോൾ ഫൈനൈറ്റ് സെറ്റ് ഡിനോട്ട് ചെയ്യുന്നതിനെ പോലെ ഇൻ്റർവൽ വെച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സംടൈംസ് വി ഡിനോട്ട് പി ആസ് p ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ക്ലോസ് ഇൻ്റർവൽ xi മൈനസ് 1 xi ആൻഡ് വിത്ത് വേരിയേഷൻ ഓഫ് i ഫ്രം 1 to n. അപ്പോൾ n ഇൻ്റർവൽസും, അപ്പോൾ എത്ര പോയിൻറ്റ്സ് ഉണ്ടാവും? n+1 പോയിൻറ്റ്സ് ആയിരിക്കും. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെഷ് ഓഫ് എ പാർട്ടീഷൻ ഓർ നോം ഓഫ് എ പാർട്ടീഷൻ. അത് മെഷ് ഓർ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെല്ലുകളെല്ലാം കണ്ടുപിടിക്കുക, സബ് ഇൻ്റർവെല്ലുകൾ. അതിൽ ഏറ്റവും ലെങ്ത്തുള്ള ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്, ഏറ്റവും ലെങ്ത്തുള്ള ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ മെഷ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ഇഫ് p ഈക്വൽ ടു x0, etc. xn be a partition of closed interval a b, then its norm is defined by norm p equal to, notation norm p equal to maximum of x1 minus x0, x2 minus x1, etc. xn minus 1.
അതായത് അതിലുള്ള ഇൻ്റർവെല്ലുകൾ ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ള ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിനെയാണ് മെഷ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്പറാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ i = ക്ലോസ് ഇൻ്റർവൽ 0 to അതിൻ്റെ ഒരു പാർട്ടീഷൻ എടുത്തു, P1 = 0, 1, 2. അപ്പോൾ 3 പോയിൻ്റുള്ള പാർട്ടീഷനാണ്. 2 ഇൻ്റർവെല്ലുകളായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ മെഷ് കണ്ടുപിടിക്കുക എളുപ്പമാണ്. രണ്ടിൻ്റെയും ലെങ്ത്ത് നോക്കി, അപ്പോൾ രണ്ടിൻ്റെയും ലെങ്ത്ത് 1 ആണ്. അപ്പോൾ മാക്സിമം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇതേ ഇൻ്റർവെല്ലിൽ തന്നെ അടുത്ത ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്തു, 0, 1/4, 1/2, 1, 1.3, 1.5, 2. അപ്പോൾ എത്ര ഇൻ്റർവെൽ കിട്ടും നമുക്ക്? ഇപ്പോൾ ഇവിടെ പോയിൻറ്റുകളുടെ എണ്ണം 3, 3, 6, 1, 7 എണ്ണമാണ്. അപ്പോൾ 6 ഇൻ്റർവെല്ലുകളാണ് കിട്ടുക. 6ൻ്റെയും ലെങ്ത്ത് കൺസിഡർ ചെയ്തു. അതിൽ ഏറ്റവും കൂടിയത് ഏതാണോ അത്. അപ്പോൾ 0.5 ആണ് മെഷ് എന്ന് പറയുന്നത്. ഇനി ടാഗ്ഡ് പാർട്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടീഷൻ തന്നിരിക്കുന്നു. അപ്പോൾ ഒരു പാർട്ടീഷൻ തരുമ്പോൾ n+1 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ n ഇൻ്റർവെൽസ് ഉണ്ടാവുമെന്ന് അറിയാം. ഇനി ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു സിംഗിൾ പോയിൻറ്റ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ n+1 പോയിൻറ്റ്സ് എടുത്തു, അപ്പോൾ n+1 ഇൻ്റർവെൽസ് കിട്ടി. അതെല്ലാം ഓരോ വീടാണെന്ന് വിചാരിക്കുക, ഒരു കോളനി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് I1-ൽ നിന്ന് ഒരു ആർബിട്രറി പോയിൻ്റ് എടുത്തു, അതിൻ്റെ പേര് ഞാൻ T1 എന്ന് കൊടുത്തു. I2-ൽ നിന്നൊരു പോയിൻ്റ് എടുത്തു, അതിൻ്റെ പേര് T2 എന്ന് കൊടുത്തു. IN എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നിന്ന് ഒരു പോയിൻ്റ് എടുത്തു, അതിന് TN എന്ന് പറഞ്ഞു. ആ TN ആ ഇൻ്റർവെല്ലിൽ ഏത് പോയിൻ്റ് വേണമാവാം, അതായത് ആ ഫാമിലിയുള്ള ഏത് മെമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഇതിനെ ചേർത്തിട്ടാണ് നമ്മൾ ടാഗ്ഡ് പാർട്ടീഷൻ എന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ ഇതിനകത്തെ നമ്മൾ 2 തരം പോയിൻറ്റ്സാണ് ഒരു പാർട്ടീഷനിൽ നിന്ന് കിട്ടുക. അതായത് x1, x0, x1, etc. xnനെ നമ്മൾ പാർട്ടീഷൻ പോയിൻറ്റ്സ് എന്ന് വിളിക്കും. ഈ T1, T2, etc. TN. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, n+1 പാർട്ടീഷൻ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ n ടാഗ്ഡ് പോയിൻറ്റ്സ് ഉണ്ടാവുള്ളൂ. കാരണം ഇൻ്റർവെല്ലിൻ്റെ എണ്ണമാണ് ടാഗ് പോയിൻറ്റ്സിൻ്റെ എണ്ണം. ഓക്കെ, അത് നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ 2 തരം പോയിൻറ്റ്സ് ഉണ്ട്, ടാഗ്ഡ് പോയിൻറ്റ്സും ഉണ്ട്, പാർട്ടീഷൻ പോയിൻറ്റ്സും ഉണ്ട്. xiസിനെ നമ്മൾ പാർട്ടീഷൻ പോയിൻറ്റ്സ് എന്നും tiസിനെ നമ്മൾ ടാഗ്ഡ് പോയിൻറ്റ്സ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിൽ നിന്ന് ഓരോ പ്രതിനിധിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി ചേർത്ത് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ടാഗ്ഡ് പാർട്ടീഷൻ. സംടൈംസ് ഇറ്റ് ഡിനോട്ടഡ് ബൈ P ഡോട്ട്, മുകളിൽ ഡോട്ട് കൊടുക്കുന്നു. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ ക്ലോസ് ഇൻ്റർവൽ xi-1 xi, ti. അതായത് I1-ൽ നിന്ന് T1, I2-ൽ നിന്ന് T2, etc. IN-ൽ നിന്ന് TN. അത്രയും മീനിങ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളാണ്, ആ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഇൻ്റർവെല്ലിൽ നിന്ന് ഓരോ പോയിൻ്റ് ചൂസ് ചെയ്തിരിക്കുന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് റീമൻ സം ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുകയെന്ന് നോക്കാം. അപ്പോൾ ഇനി ഞാൻ ഒരു ഫംഗ്ഷൻ എടുത്തു, f ഫ്രം ക്ലോസ് ഇൻ്റർവൽ AB into R എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സിംപ്ലി ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇൻ്റർവൽ AB. ഇനി ക്ലോസ് ഇൻ്റർവൽ ABയുടെ ഒരു ടാഗ്ഡ് പാർട്ടീഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടാഗ്ഡ് പാർട്ടീഷനെ ബേസ് ചെയ്തത് കൊണ്ട് ഞാൻ ഈ ഫംഗ്ഷൻ്റെ കർവിനെയും എക്സ് ആക്സിസിനെയും അതുപോലെ തന്നെ 2 ലൈൻസ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് x0 = a എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈനും xn = b എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അതിൽ ഉള്ള ഒരു ഏരിയ, അതായത് നമ്മൾ ഒരു ബൗണ്ടറി തിരിക്കുകയാണ്. താഴത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, മുകളിൽ കർവ്, ഒരു സൈഡിൽ x0 = a എന്ന് പറയുന്നത്, അടുത്തത് xn = b. ഇത് കർവ് മുകളിലേക്കാവുന്ന കേസിലാണ്. അതേ സ്ഥാനത്ത് കർവ് താഴേക്കും വരാം. താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ളത് കൺസിഡർ ചെയ്തിട്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്യും. അതായത് മുകളിലുള്ള ഏരിയയുടെ ആഡ് ചെയ്യും, താഴത്തെ ആഡ് ചെയ്യും. ഈ ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീമാൻ സം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു കർവ് ഷേപ്പ് ഏരിയ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ റെക്റ്റാങ്കിൾ ഏരിയ ആണ് എടുക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഏരിയ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു, x0 മുതൽ x1 വരെയുള്ള ഇൻ്റർവെൽ, അത് ലെങ്ത്തായിട്ട് കൺസിഡർ ചെയ്തു. ഹൈറ്റ് ഞാൻ ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർബിട്രറി ചൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവെല്ലിൽ T1 എന്ന പോയിൻ്റാണ് ചൂസ് ചെയ്തത്, പാർട്ടീഷൻ ടാഗ്ഡ് പോയിൻ്റ്. ആ ടാഗ്ഡ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(T1) ഹൈറ്റ് കണ്ടു, അതെവിടെ വരുന്നു അതെടുത്തു. അപ്പോൾ ആ ഹൈറ്റിൽ വെച്ചിട്ട് ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അത് ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മുടെ കർവിൻ്റെ പുറത്തത്തെ കുറച്ച് പോർഷൻ ചിലപ്പോൾ വരാം, പക്ഷേ കുറച്ച് പോർഷൻ കർവിനുള്ളിലുള്ള കിട്ടാതിരിക്കുകയും ചെയ്യാം. ഷെയ്ഡ് ചെയ്യാത്ത ഏരിയ നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് പോർഷൻ വെളിയിൽ നിന്നും. അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ കിട്ടി. ഇതുപോലെ ഓരോ റെക്റ്റാങ്കിൾസ് കണ്ടുപിടിച്ച് ഇങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ്, ഇപ്പോൾ n+1 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ n റെക്റ്റാങ്കിൾസ് ഉണ്ടാവും. ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം. എന്താ റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. ഇപ്പോൾ ഹൈറ്റ് f(T1) ആണ് ആദ്യത്തെ റെക്റ്റാങ്കിളിലെ ഹൈറ്റ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് x1 - x0. അതുപോലെ രണ്ടാമത്തെ ആണെങ്കിൽ f(T2) ആണ് ഹൈറ്റ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് x2 - x1. അങ്ങനെ ഇതെല്ലാം കൂടി സം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സമ്മിനെയാണ് നമ്മൾ
Riemann sum എന്ന് വിളിക്കും. Generally, Riemann sum of a function f from closed interval a b into R depends upon a tagged partition p naught equal to set of all ordered pair xi minus 1 xi ti I varies from 1 to n is s of p dot. അതാണ് അങ്ങനെ വായിക്കുക. s of p dot equal to sum of all areas of the rectangles having length xi minus 1 and height f of ti. ഓക്കെ, അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നതായിരിക്കും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് സം ചെയ്തു. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 1 to n f of ti ഇൻറ്റു xi minus 1. ദിസ് ഈസ് കോൾഡ് ദ റീമാൻ സം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, എസ് ഓഫ് പി ഡോട്ട് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് ദ സം ഓഫ് ദി ഏരിയസ് ഓഫ് ആൾ റെക്ടാങ്കിൾസ് വിത്ത് ബേസ് ലെങ്ത് ഈസ് xi minus 1 and height is f of ti. I varies from 1 to n. ഓക്കെ, ഇനി അടുത്തത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇതാണ് അപ്പോൾ റീമാൻ സം എന്ന് പറയുന്ന കൺസെപ്റ്റ്.